ലോകം ഉറ്റുനോക്കുന്നു യുവജന സിനഡിന്റെ പ്രകാശധാരയിലേക്ക്. ഗ്രീക്ക് ഭാഷയിൽ സിൻ, ടുഗെദർ, ഹോണ്ടോസ്, റോഡ് ഓർ വേ എന്നീ രണ്ട് മൂലപദങ്ങളിൽ നിന്നാണ് സിനഡ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ഒരുമിച്ച് നടക്കാം, കമ്മിങ് ടുഗെദർ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. അതെ, സഭാഗാത്രത്തിലെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് നടക്കാനുള്ള ആധുനിക സഭയുടെ മാർഗദർശനത്തിന് യുവത്വത്തിന്റെ കരുത്തുള്ള ഹൃദ്യമായ ഒരു ചുവടുവയ്പ്. അതാണ് ഒക്ടോബർ 3 റോമിൽ ആരംഭിച്ച സാർവത്രിക സഭയുടെ 15ാമത് സാധാരണ സിനഡ് സമ്മേളനത്തിലൂടെ സാധ്യമാക്കുന്നത്. സഭയുടെയും സമൂഹത്തിന്റെയും നാളുകളെ നിർമ്മിക്കുന്നതിന് യുവജനങ്ങൾക്കുള്ള നിർണായക പങ്കിനെ ഉൾക്കൊണ്ടുള്ള ദീർഘകാലത്തെ പഠനങ്ങളും പ്രാർത്ഥനകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷമാണ് സിനഡ് സംഘടിപ്പിക്കുന്നത്. യുവജനം, വിശ്വാസം, വിളിയുടെ വിവേചനം എന്നതാണ് സിനഡിന്റെ പ്രധാന പ്രമേയം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർദിനാൾമാരും തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരും വൈദികരും അൽമായരും സവിശേഷമായി യുവജന പ്രതിനിധികളും ഉൾപ്പെടെ 300ഓളം പേർ സാർവത്രിക സഭയുടെ ആസ്ഥാനത്ത് 26 ദിവസം സമ്മേളിക്കുമ്പോൾ അത് സഭയ്ക്കും ലോകത്തിനും നൽകുന്ന പ്രതീക്ഷകൾ ഏറെയാണ്. യുവതലമുറയുടെ ശബ്ദം ശ്രവിക്കാനും അവരെ സഭാഗാത്രത്തോട് ചേർത്ത് നിർത്താനുമുള്ള പ്രത്യേക ശ്രദ്ധ സഭയിൽ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ സവിശേഷ പരിഗണന കൂടുതൽ ഊഷ്മളമായി. സഭയുടെ തുറന്നിട്ട വാതായനങ്ങളിലൂടെ പുതുബോധ്യങ്ങൾക്കും വിശാല കാഴ്ചപ്പാടുകൾക്കും ശുദ്ധവായുവും വെളിച്ചവും കടക്കാൻ നിമിത്തമായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. കൗൺസിലിന് സഭ നൽകിയ പ്രാധാന്യം ഇപ്പോഴത്തെ യുവജന സിനഡിന് നൽകുന്ന നിരീക്ഷകരുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സമാപന യോഗം നടന്ന പോൾ 6 മാർപ്പാപ്പയുടെ പേരിലുള്ള ഹാളിലാണ് യുവജന സിനഡിന് വേദിയാകുന്നത് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. ദീർഘകാലത്തെ ഒരുക്കം. യുവജനങ്ങൾക്കായുള്ള സിനഡിന് സഭയുടെ വിവിധ തലങ്ങളിൽ ദീർഘകാലത്തെ ഒരുക്കങ്ങളാണ് നടന്നത്. 1.5 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച സിനഡിന്റെ ഒരുക്കരേഖയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള രൂപതകളിലും യുവജന പ്രസ്ഥാനങ്ങളിലും ചർച്ചകളും പഠനങ്ങളും നടന്നു. 2017 ജൂൺ 17 സിനഡിനായി പ്രത്യേക വെബ്സൈറ്റ് www.synod2018 നിലവിൽ വന്നു. ലോകമെമ്പാടുമുള്ള യുവത്വത്തിന്റെ വിശ്വാസ ജീവിത വിചാരങ്ങൾ മനസ്സിലാക്കാൻ വത്തിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ 53 വിഷയങ്ങളുള്ള ചോദ്യവലി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ് ഭാഷകളിൽ തയ്യാറാക്കിയ ചോദ്യത്തോടുള്ള പ്രതികരണങ്ങൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് അറിയാൻ വെബ്സൈറ്റുകളിൽ അവസരമൊരുക്കി. 16-നും 29-നും ഇടയിൽ പ്രായമുള്ള 2 ലക്ഷത്തിലധികം യുവാക്കൾ ദേശ, ഭാഷ, വർഗ, വർണ്ണഭേദമന്യേ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. യുവജനങ്ങളുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ മേഖലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പ്രാദേശിക മെത്രാൻ സമിതിയിലേക്കും ചോദ്യാവലി അയച്ചിരുന്നു. രൂപതാ തലങ്ങളിൽ പഠന സെമിനാറുകളിലൂടെയും ചർച്ചാ സമ്മേളനങ്ങളിലൂടെയും ചോദ്യവലിയെ ആധാരമാക്കി വിവരങ്ങൾ ശേഖരിച്ചു. സിനഡിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട യുവജന സമൂഹങ്ങളുമായി പാപ്പ പല ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നു. സിനഡിന്റെ ഒരുക്കത്തിനായി 2017 സെപ്റ്റംബറിൽ യുവജനങ്ങൾക്കായി വത്തിക്കാനിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. സിനഡിന്റെ പ്രവർത്തന റിപ്പോർട്ടിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കാൻ 2018 മാർച്ചിൽ വത്തിക്കാനിൽ പ്രീ സിനഡ് സമ്മേളനവും വിളിച്ചുകൂട്ടി. ഇതിൽ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സുവിശേഷം ആകർഷകമായ രീതിയിൽ യുവജനങ്ങളിൽ എത്തിക്കാൻ പ്രീ സിനഡ് സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സുവിശേഷാത്മകമായ ഉത്തരം നൽകാൻ സഭയ്ക്ക് സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാന തലങ്ങളിലെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം തയ്യാറാക്കിയ മാർഗരേഖ ഇൻസ്ട്രുമെന്റം ലബോറീസ് ആമുഖത്തിനും ഉപസംഹാരത്തിനും പുറമെ 3 ഭാഗങ്ങളിലായി 13 അധ്യായങ്ങളും ഉൾപ്പെടുന്നതാണ്. അതിനെ ആസ്പദമാക്കിയാണ് സിനഡിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ബോധ്യങ്ങളിലെ വ്യക്തത, മാറ്റത്തിനുള്ള സന്നദ്ധത. ആധുനിക യുവത്വം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ധ്യാനിക്കേണ്ട സുന്ദര ചിന്തകൾ സിനഡിന്റെ ആരംഭത്തിലുള്ള ദിവ്യബലിയിലെ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചു. നിരന്തരമായ സംവാദങ്ങളിലൂടെ നമ്മിൽ മാറ്റങ്ങൾക്കുള്ള സന്നദ്ധതയും നവീകരണവും ഉണ്ടാകണം. നമ്മുടെ ബോധ്യങ്ങളിൽ വ്യക്തതയുണ്ടാകണം. തുടർച്ചയായ പഠനങ്ങളും പങ്കുവെക്കലുകളും ഉണ്ടാകുമ്പോൾ അതിന്റെ വെളിച്ചം നമ്മിൽ മാറ്റങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്നെങ്കിൽ അതിനെ നാം ഉൾക്കൊള്ളണം. സിനഡ് സംവാദങ്ങളുടെ കളരി കൂടിയാണ്.
മറ്റുള്ളവരെ ശ്രവിക്കാനും അതിലെ നന്മകൾ സ്വീകരിക്കാനും സാധിക്കണം. ഇത് മാനുഷിക ഭാവമാണ്, പക്വതയുടെ ലക്ഷണമാണ്. നമുക്കിഷ്ടമില്ലാത്തത് പറയുമ്പോഴും ശ്രദ്ധയോടെ കേൾക്കാനുള്ള ക്ഷമയുണ്ടാകണം. സത്യസന്ധവും സുതാര്യവുമായ വിമർശനങ്ങൾ നമ്മുടെയും മറ്റുള്ളവരുടെയും വളർച്ചയ്ക്ക് ക്രിയാത്മക സഹായകമാകും. അനാവശ്യമായ പിറുപിറുക്കലുകളുടെയും ഊഹാപോഹങ്ങളെയും മുൻവിധികളെയും നമുക്ക് അകറ്റി നിർത്താം. എല്ലാവരോടും സത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഉപവിയുടെയും സമഗ്രതയിൽ ധൈര്യത്തോടും സുതാര്യതയോടും സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബലഹീനതകളും കുറവുകളും ഉള്ളതാണ് സഭ. എന്നാൽ ക്രിസ്തുവിന്റെ വചനം കാലത്തിനൊത്ത് പങ്കുവയ്ക്കുന്ന സഭ തങ്ങൾക്ക് അഭിമാനത്തോടെ വ്യാപരിക്കാവുന്ന സ്വന്തം കുടുംബമാണെന്ന യുവജനങ്ങളുടെ ബോധ്യം ആദരിക്കപ്പെടേണ്ടതാണ്. ലോകത്തിന്റെ കൊടുങ്കാറ്റിലും പത്രോസിന്റെ തോണിയിൽ പ്രത്യാശയുണ്ട്. പരാജയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പട്ടിക എണ്ണി വിലപിക്കേണ്ടവരല്ല നമ്മൾ. നന്മയിൽ പ്രത്യാശ വയ്ക്കാൻ നമുക്ക് സാധിക്കണം. തിന്മകൾ വഴിതെറ്റിക്കുമ്പോഴും കുടുംബം, വിശ്വസ്തത, വിശ്വാസം, സ്നേഹം, ത്യാഗം, സേവനം, നിത്യജീവൻ തുടങ്ങിയ അനശ്വരമായ ക്രിസ്തീയ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള പ്രത്യാശയാണ് ക്രിസ്തുവിന്റെ സഭ നമുക്ക് നൽകുന്നത്. യുവതയ്ക്ക് പ്രത്യാശ പകർന്ന് മാർപ്പാപ്പയുടെ വാക്കുകൾ. റുഫീനി റെഡിയാണ്. സിനഡിലെ ചർച്ചകളെ ആസ്പദമാക്കി ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വത്തിക്കാന്റെ പ്രസ് ഓഫീസിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തിവരുന്നുണ്ട്. വത്തിക്കാൻ മാധ്യമ കാര്യാലയത്തിന്റെ പ്രീഫെക്ട് ഡോക്ടർ പാവുളോ റുഫീനിയാണ് സിനഡിന്റെ വാർത്താ വിഭാഗത്തിന്റെയും ചുമതല വഹിക്കുന്നത്. സിനഡിലെ വിവിധ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നവരും സിനഡ് കമ്മീഷന്റെ ചുമതലക്കാരും റുഫീനിയുടെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജേർണലിസത്തിൽ ഡോക്ടറേറ്റ് ഉള്ള റുഫീനിയെ വത്തിക്കാൻ മാധ്യമ വകുപ്പിന്റെ തലവനായി കഴിഞ്ഞ ജൂലൈയിലാണ് ഫ്രാൻസിസ് പാപ്പ നിയോഗിച്ചത്. കർദിനാൾമാരും മെത്രാന്മാരും മാത്രം വഹിച്ചിരുന്ന ഒരു വത്തിക്കാൻ വകുപ്പിന്റെ മുഖ്യ ചുമതല ചരിത്രത്തിൽ ആദ്യമായാണ് മാർപ്പാപ്പ ഒരു അൽമായനെ ഏൽപ്പിക്കുന്നത്. ഓരോ ദിവസവും സിനഡിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങളും അതത് ദിവസത്തെ പത്രക്കുറിപ്പുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൊതുവായ വിഷയാവതരണത്തിൽ ഭൂഖണ്ഡ ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകളിലെ ചർച്ചകൾ, സംവാദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും സിനഡിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഭാരതത്തിൽ നിന്ന് 13 പേർ, ഇന്ത്യയിൽ നിന്ന് യുവജന സിനഡിൽ പങ്കെടുക്കുന്നത് 14 പ്രതിനിധികളാണ്. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, CBCA അധ്യക്ഷനും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ആർച്ച് ബിഷപ്പുമാരായ ഡോക്ടർ ജോൺ ബറുവ ഒഡീഷ, ഡോക്ടർ അന്തോണി സ്വാമി മദ്രാസ് മൈലാപ്പൂർ, ബിഷപ്പുമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ കോട്ടയം, മാർ ജോസഫ് പാംബ്ലാനി തലശ്ശേരി, ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ വിജയപുരം, ഡോക്ടർ ഹെൻറി ഡിസൂസ ബെല്ലേരി, ഡോക്ടർ ജയറാവു പോളിമറ എല്ലൂർ എന്നിവരാണ് സിനഡിൽ ഇന്ത്യയിൽ നിന്നുള്ള മെത്രാന്മാർ. ICYM പ്രസിഡന്റ് പെൻസിവൽ ഹോൾഡ് ഫോക്ക് ലോർ മൂവ്മെന്റ് അംഗം ചെർണിൽ മെനേസസ് എന്നിവരാണ് യുവജന പ്രതിനിധികൾ. മലയാളി വൈദികരായ ഫാദർ ജോസഫ് കൊച്ചാപ്പിള്ളിൽ, ഫാദർ തോമസ് കള്ളിക്കാട്ട് എന്നിവരും ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളായിട്ടുണ്ട്. സിനഡുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ചൈനയിൽ നിന്നുള്ള 2 മെത്രാന്മാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. കാത്തിരിക്കാം അപ്പോസ്തോലിക പ്രബോധനത്തിനായി. സുപ്രധാനമായ സിനഡ് ഒക്ടോബർ 28 സമാപിക്കും. സിനഡിലെ നിർദ്ദേശങ്ങളുടെയും ചർച്ചകളുടെയും സംക്ഷിപ്തം എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും പ്രാദേശിക സഭകൾക്കും യുവജന കൂട്ടായ്മകൾക്കും നൽകും. സഭയുടെ പ്രത്യേകമായി യുവജന ശുശ്രൂഷകളുടെ വ്യത്യസ്ത തലങ്ങളിൽ പ്രായോഗികമായി നടപ്പാക്കാവുന്ന അജപാലന പരിപാടികളാകും ഇതിന്റെ ഉള്ളടക്കം. സിനഡിൽ നിന്ന് രൂപീകൃതമാകുന്ന പ്രമാണരേഖയുടെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ അപ്പോസ്തോലിക പ്രബോധനം നൽകും. ഫ്രാൻസിസ് പാപ്പായുടെ കീഴിൽ സഭ പുതുപ്രതീക്ഷകളോടെ മുന്നേറുന്ന നിർണായക കാലഘട്ടത്തിൽ യുവജന സിനഡ് തെളിയിക്കുന്ന പ്രകാശധാരകളെ ലോകവും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.